യെസ്, അപ്പോൾ BJP ഏറ്റവും മിന്നുന്ന വിജയം അത് കാഴ്ചവെച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് BJPയുടെ ഈ മിന്നുന്ന വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നേരിട്ട് അഭിനന്ദിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ നമ്മൾ ഇഴകേറി പരിശോധിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDAയുടെ BJPയുടെ ആ മിന്നുന്ന വിജയത്തെ. ഏറ്റവും കുറവ് ഭൂരിപക്ഷം എവിടെയാണ്, ഏത് വാർഡിലാണ് ലഭിച്ചത്, ഏറ്റവും വലിയ ഭൂരിപക്ഷം ഏത് വാർഡിലാണ് ലഭിച്ചത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. നമുക്ക് പിന്നീടുള്ള ഈ സ്ക്രീനിൽ കാണുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഡാറ്റയാണ്. ആ ഡാറ്റാബേസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം ഈ ഡാറ്റാബേസിൽ കാണുന്നത് സൈനിക സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു വാർഡാണ്. ആ വാർഡിൽ 1567 വോട്ടിനാണ് V വാസുദേവൻ നായർ അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. നമുക്ക് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ അടുത്ത ഒരു വാർഡ് എന്ന് പറയുന്നത് ചന്തപള്ളിയാണ്. ചന്തപള്ളിയിൽ അനു G പ്രഭ. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് 1319 വോട്ടിനാണ് അവിടുത്തെ വിജയം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കുറവ് ഭൂരിപക്ഷം വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം. കേവലം 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അടുത്തത് ഞാണ്ടൂർ കോണം. ഞാണ്ടൂർ കോണത്ത് A പ്രദീപ് കുമാർ എന്ന കർണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സ്ഥാനാർത്ഥി 2318 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 900 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പൗടിക്കോണത്ത് നോക്കുകയാണെങ്കിൽ ദീപു രാജ 1897 വോട്ടിന് അവിടെ ജയിക്കുകയുണ്ടായി. ഏകദേശം 297 വോട്ടിന്റെ ലീഡാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്ത് നമുക്ക് ചെങ്കോട്ട് കോണത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെങ്കോട്ട് കോണത്ത് അർച്ചന മണികണ്ഠൻ 1957 വോട്ടിന്റെ ലീഡാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 400 സംതിങ് വോട്ടിന്റെ ലീഡ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് എടുത്തു കാണേണ്ടതാണ്. അടുത്തത് കാര്യവട്ടത്തേക്ക് പോവുകയാണെങ്കിൽ കാര്യവട്ടത്ത് SS സന്ധ്യ റാണി 1475 വോട്ടിന്റെ ലീഡ്, അതായത് ഏകദേശം 300 വോട്ടിന്റെ അധികം അല്ലെങ്കിൽ 290ഓളം വോട്ടിന്റെ ലീഡ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് BJPക്ക്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് മണ്ണന്തല എന്ന് പറയുന്ന വാർഡാണ്. ഇവിടെ ചെമ്പഴുതി ഉദയൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി 1516 വോട്ടിനാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. 1390 വോട്ടാണ് തൊട്ടടുത്തുള്ള CPMന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഉള്ളത്. നമ്മൾ കാര്യവട്ടം നോക്കി. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അമ്പലമുക്കിൽ എന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. കുമാരി ജയന്തി RC ആണ് അവിടെ മത്സരിച്ച 1968 വോട്ട് 1428 വോട്ടായിരുന്നു CPMന്റെ കസ്തൂരി MS അവിടെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മൾ അമ്പലമുക്ക് പരിശോധിച്ചു. ഇനി അടുത്തത് തിരുത്തുമൂല എന്ന് പറയുന്ന വാർഡ് നമുക്ക് നോക്കാം. V വിജയകുമാർ 2798 വോട്ടിനാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. 1237 വോട്ടാണ് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത്. അടുത്ത് നമ്മൾ നോക്കുന്നത് വാഴോട്ട് കോണമാണ്. വാഴോട്ട് കോണത്ത് സുഗതൻ R. നമുക്ക് ഈ ഒരു റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ സുഗതൻ R 1939 വോട്ട് 1881 വോട്ടാണ് CPMന്റെ ഷാജി സിക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഒരു വാർഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ വാർഡ്, അതായത് VV രാജേഷ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VV രാജേഷ് മേയർ കാൻഡിഡേറ്റ് ആണെന്ന് പോലുമുള്ള വാർത്തകൾ ഉണ്ടായിരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. നമ്മൾ തന്നെ നിരവധി റിപ്പോർട്ടുകൾ VV രാജേഷിന്റെ പര്യടനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2593 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. 2078 വോട്ടാണ് CPMന്റെ V സുകുമാരൻ നായർ അവിടെ നേടിയത്. ആ രീതിയിലേക്ക് ഏകദേശം 450ഓളം വോട്ടിന്റെ ഒരു ലീഡ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് BJPയുടെ ഒരു കോട്ട എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു വാർഡാണ്. ആ വാർഡിൽ BJP 2374 വോട്ട്, CPMന്റെ സ്ഥാനാർത്ഥി 1661 വോട്ടുകളാണ് അവിടെ നേടിയിരിക്കുന്നത്. വലിയ ഒരു ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാർഡാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കാഞ്ഞിരംപാറയിലേക്കാണ് പോകുന്നത്. സുമി ബാലു BJPയുടെ 2138 വോട്ട്, 2099 CPMന്റെ അയ്യപ്പദാസൻ അവിടെ നേടിയിരിക്കുന്നത്. നമ്മൾ വട്ടിയൂർക്കാവിൽ നിന്ന് നേരെ ഈ ഒരു മണ്ഡലത്തിലേക്ക് പോയി ഇനി നമ്മൾ അടുത്തത് പോകുന്നത് കാഞ്ഞിരംപാറ കഴിഞ്ഞ് നമ്മൾ തെറ്റിവിളക്കം വാർഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടുത്തെ BJPയുടെ വിജയം എന്ന് പറയുന്നത് 1029 വോട്ടിനാണ്. 886 വോട്ടിനാണ് R ദിനേഷ് കുമാർ അവിടെ തൊട്ട് അടുത്തെത്തിയത്. നമുക്ക് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ആ സൈറ്റിലെ അപ്ഡേഷൻ കൃത്യമായി ലഭിക്കുന്നത് റീഫ്രഷ് ആയി വരുന്നേ ഉള്ളൂ. ഓരോ ഘട്ടത്തിലും ഈ ഒരു അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മൾ പരിശോധിക്കുന്നത്
അടുത്തത് എടവക്കോടാണ്. എടവക്കോട് നമുക്കറിയാവുന്ന പോലെ തന്നെ സ്വാതി എസ് കുമാർ, സ്വാതിയുടെ അഭിമുഖം നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് സ്വാതി എസ് കുമാർ. സ്വാതിയുടെ വിജയം 1889 വോട്ട്, 1863 വോട്ട്. കേവലം എനിക്ക് തോന്നുന്നു ഒരു 16 വോട്ടിന്റെ ഒരു ലീഡാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെങ്കിലും സ്വാതിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അതിൽ മനോഹരമായിട്ടുള്ള, ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം. ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് ആർ ശ്രീലേഖ, മുൻ DGP ആർ ശ്രീലേഖ മത്സരിച്ച ശാസ്തമംഗലം വാർഡാണ്. ആ ശാസ്തമംഗലം വാർഡിലേക്ക് നമ്മൾ പോകുമ്പോൾ 1774 വോട്ടിന്റെ ഒരു വോട്ടാണ് അവിടെ ലഭിച്ചത്. തൊട്ട് അടുത്തുണ്ടായിരുന്ന അമൃത ആർ, CPMന്റെ അമൃത ആർ 1066 വോട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഏകദേശം 760 വോട്ടിന്റെ ഒരു ലീഡ്, 760ഓളം വോട്ടിന്റെ ലീഡാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള. ശാസ്തമംഗലത്തിൽ നിന്ന് പാങ്ങോടേക്ക് വരികയാണെന്ന സമയത്ത് അവിടെ വിഷ്ണു മോഹൻ M 2931 വോട്ട്, അതായത് 1707 വോട്ടാണ് അഭിജിത്ത് CPIയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വലിയ ഭൂരിപക്ഷം തന്നെയാണ്, അതായത് 1000 വോട്ടിന്റെ മുകളിൽ കടന്നുള്ള ഭൂരിപക്ഷം, 1200 വോട്ടിന്റെ ഒക്കെ ഭൂരിപക്ഷം എന്ന് നമുക്ക് വേണമെങ്കിൽ കൃത്യമായി എടുത്തു പറയാൻ പറ്റുന്ന സ്ഥലമാണ് തിരുമല. വളരെയധികം വിവാദമായിട്ടുള്ള ഒരു വാർഡായിരുന്നു. നേരത്തെ തിരുമല അനിലിന്റെ ആത്മഹത്യയൊക്കെ വലിയ ചർച്ചയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ 8 നിലയിൽ പൊട്ടും എന്ന രീതിയിലുള്ള നരേറ്റീവ്, BJP വിരുദ്ധ ക്യാമ്പയിനുകൾ അവിടെ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന്റെ ഓൺലൈൻ മാധ്യമങ്ങളും ഉൾപ്പെടെ നടത്തിയിട്ടുള്ളതാണ്. അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ BJPയുടെ കാൻഡിഡേറ്റ് പൊട്ടി എന്ന നിലയിലുള്ള വാർത്തകൾ പോലും ഒരു ഘട്ടത്തിൽ പ്രചരിച്ചിട്ടുള്ളതാണ്. അവിടെ PS ദേവിമ 2551 വോട്ട്, ആ 2551 വോട്ടിനാണ് അവർ ജയിച്ചിരിക്കുന്നത്. ഏകദേശം 900 വോട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു വിജയം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി PS ദേവിപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടുകൊണ്ടിരുന്ന കണക്ക് പ്രകാരം ഈ പറയുന്ന തിരുമല വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി 8 നിലയിൽ പൊട്ടി എന്ന രീതിയിലുള്ള പ്രചരണത്തിന് ഇടത് സൈബർ ക്യാമ്പ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സൈബർ ക്യാമ്പും ഈ പറയുന്ന വലിയൊരു ആരോപണത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ് ആ ഇലക്ഷന്റെ റിസൾട്ടിന്റെ അകത്തേക്ക്. അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തിരുമല വാർഡ് പരിശോധിച്ചു. വലിയ വിളയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അഡ്വക്കേറ്റ് VG ഗിരികുമാറാണ് അവിടെ മത്സരിച്ചത് BJPക്ക് വേണ്ടി. 2457 വോട്ടിന് അദ്ദേഹം കരസ്ഥമാക്കി. 2122 വോട്ടാണ് G രാമേന്ദ്രൻ CPMന്റെ സ്ഥാനാർത്ഥി അവിടെ നേടിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പൂജപ്പുര വാർഡിലേക്കാണ്. കഴിഞ്ഞ തവണ VV രാജേഷിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച വാർഡ്. ആ വാർഡിൽ രാജ്യലക്ഷ്മി T ആണ് മത്സരിച്ചത്. 2306 വോട്ട്. അവിടെ 1464 വോട്ടുകൾ മാത്രമാണ് അർച്ചന SS എന്ന് പറയുന്ന CPIയുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഏകദേശം 1000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനി ജഗതിയിലേക്ക് പോകുന്നു. ജഗതിയിൽ PT മധു അവിടെ 1622 വോട്ടിന്റെ ഭൂരിപക്ഷം വോട്ടുണ്ടാക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു. അതായത് 1194 വോട്ടാണ് രാംകുമാർ KV എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മൾ നേരെ ഇപ്പോൾ ജഗതിയിൽ നിന്ന് വലിയശാലയിലേക്ക് പോവുകയാണ്. വലിയശാലയിൽ സൂര്യ VS 2096 വോട്ടാണ് നേടിയത്. 1769 വോട്ടാണ് അവിടെ തൊട്ടടുത്തുള്ള ബിന്ദു മേനോൻ R എന്ന് പറയുന്ന CPMന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ആ കാര്യം തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ വലിയശാലയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വരുന്നു, എസ്റ്റേറ്റിലേക്ക് വരുന്നു. എസ്റ്റേറ്റിൽ കുറച്ചും കൂടെ മുകളിലേക്ക് നമുക്ക് മാറ്റുകയാണെങ്കിൽ എസ്റ്റേറ്റിൽ നിന്ന് അതായത് ആർ അഭിലാഷിന്റെ ഒരു വിജയം അവിടെ വളരെ പ്രധാനപ്പെട്ട വിജയമാണ് എന്ന രീതിയിൽ തന്നെയാണ് BJP ക്യാമ്പ് ചർച്ച ചെയ്യുന്നത്. അതായത് 2339 വോട്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള CPMന്റെ സന്തോഷ് കുമാർ 1998, അതായത് ഏകദേശം 350 വോട്ടിന് മുകളിൽ നേടിക്കൊണ്ടാണ് ഈ പറയുന്ന അഭിലാഷ് അവിടെ വിജയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ നേമം വാർഡിലേക്ക് പോകാം. BJPയുടെ കോട്ടകൊത്തളം എന്നറിയപ്പെടുന്ന നേമം മണ്ഡലം. BJP നിയമസഭയിലേക്ക് ആദ്യമായി ഒരംഗത്തെ അയച്ച നേമം നിയോജക മണ്ഡലത്തിലെ നേമം വാർഡ്. അവിടെ MR ഗോപൻ, നമുക്ക് MR ഗോപന്റെ വിവരങ്ങൾ നമുക്ക് നോക്കാം. MR ഗോപൻ 2207 വോട്ടാണ് അവിടെ നേടിയത്. തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി അതായത് നേമം ഷജീർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലങ്കൈ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന നേമം ഷജീർ
1597 അവിടെ വോട്ട് നേടിയിരിക്കുന്നത്. ഏകദേശം 600 വോട്ടിന്റെ മുകളിൽ തന്നെ ഈ പറയുന്ന നേമം ഷിജീറും BJPയുടെ കാൻഡിഡേറ്റും തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേമത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമംഗലത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ശ്രീദേവി എസ് കെ എത്ര വോട്ടാണ് നേടിയത്? 2187 വോട്ട്. തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി 2173 വോട്ട്. കേവലം എനിക്ക് തോന്നുന്നു ഒരു 10 വോട്ടിന് താഴെയുള്ള ലീഡാണ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞത്. കേവലം 10 വോട്ടാണെങ്കിലും ഈ ഒരു നിർണായക ഘട്ടത്തിൽ അത് ചരിത്ര വിജയമാണ് എന്നുള്ളത് നാളെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്ന സ്ഥലം തന്നെയാണ്. നമുക്ക് അവിടുന്ന് മേലാങ്കോടിലേക്ക് പോകുകയായിരുന്നെങ്കിൽ അവിടെ പാപ്പനംകോട് സജിയാണ്. പാപ്പനംകോട് സജി അവിടെ 2444 വോട്ട് അവിടെ നേടിക്കണ്ടേ. 913 വോട്ടാണ് എസ് ഗോപകുമാർ CPMന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു 1500ഓളം വോട്ടിന്റെ ലീഡ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്, വളരെ ശ്രദ്ധേയമാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്ന കരമനയാണ്. കരമന അജിത്ത് അവിടെ BJPന്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്നു. കരമന അജിത്താണ് നിലവിലുള്ള റിപ്പോർട്ട് പ്രകാരം, ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചിരിക്കുന്നത്. നമുക്ക് ആ റിസൾട്ടിലേക്ക് പോകാം. 3458 വോട്ടാണ് കരമന അജിത്തിന് ഈ ഒരു വാർഡിൽ ലഭിച്ചിരിക്കുന്നത്. കരമനയിൽ ലഭിച്ചിരിക്കുന്നത് 1370 വോട്ട് മാത്രമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന കരമന അജിത്ത് പോലെയുള്ള സ്റ്റാർ കാൻഡിഡേറ്റിന് എതിരായി മത്സരിപ്പിച്ചതിൽ LDFൽ വലിയ തരത്തിലുള്ള അമർഷങ്ങൾ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി നമുക്ക് അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കരമന അജിത്ത് അവിടെ 2088 വോട്ടിന്റെ ലീഡ് എന്ന് പറയുന്ന ഒരു ചരിത്ര ഭൂരിപക്ഷം അത്തരത്തിലുള്ള ചരിത്ര ഭൂരിപക്ഷമാണ് അവിടെ നേടിയിരിക്കുന്നത്. കരമനയിൽ നിന്നുകൊണ്ട് നേരെ നെടുമങ്ങാട് അങ്ങോട്ട് വരുവാണെങ്കിൽ RC ബീനയുടെ റിപ്പോർട്ട് നമുക്ക് നോക്കാം. 2745 വോട്ടാണ് നേടിയത്. 2350 വോട്ടാണ് CPM T അംബിക അവിടെ നേടിയത്. നമ്മൾ നെടുമങ്ങാട് നിന്ന് കാലടിയിലേക്ക് വരുന്ന സമയത്ത് മഞ്ജു ടി എസ് 2535 വോട്ടാണ് മഞ്ജുവിന് അവിടെ ലഭിച്ചത്. ശ്രുതി S 1417 വോട്ട് അവിടെ ലഭിച്ചിരിക്കുന്നു. BJP എല്ലാ തരത്തിലും സ്ത്രീകൾക്കും യുവതികൾക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്കും യുവതികൾക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഇനി നമുക്ക് കരുമം വാർഡിലേക്ക് വരുന്ന സമയത്ത് ആശാനാഥ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴിഞ്ഞ തവണ, അതായത് മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ നിരവധി തവണ വിറപ്പിച്ചിട്ടുള്ള BJPയുടെ യുവമോർച്ചയുടെ പുലിക്കുട്ടിയായിട്ടുള്ള ആശാനാഥ് എപ്പോഴും സമര കേന്ദ്രങ്ങളിൽ, എപ്പോഴും സമര പരിപാടികളിൽ BJPയുടെ മുഖമായി മാറുന്ന കരുത്തുറ്റ വനിത ആശാനാഥ് 2600 വോട്ടാണ് അവിടെ നേടിയിട്ടുള്ളത്. 1519 വോട്ടാണ് അഡ്വക്കേറ്റ് സിന്ധു C അവിടെ നേടിയിരിക്കുന്നത്. ആശ നേരത്തെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന വാർഡിൽ നിന്ന് മാറി പുതിയ വാർഡിലാണ് ഇത്തവണ മത്സരിച്ചത് എന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ഇപ്പോൾ പരിശോധിച്ചത്. ഇനി അടുത്തത് നമ്മൾ പരിശോധിക്കുന്നത് പൂങ്കുളം വാർഡാണ്. പൂങ്കുളത്ത് വയൽക്കര രതീഷ് 2451 വോട്ടാണ് നേടിയത്. 1852 വോട്ടാണ് രണ്ടാമത് നിൽക്കുന്ന CPMന്റെ പണ്ഡിത്ര മധു അവിടെ നേടിയത് എന്ന കാര്യം ശ്രദ്ധേയമായി തന്നെ എടുത്തു പറയുകയാണ്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് BJP NDA തരത്തിലുള്ള 50 സീറ്റുകൾ ഏതൊക്കെയാണ്. ആ സീറ്റിൽ BJPക്ക് എത്രയാണ് ലീഡ്, എത്രയാണ് വോട്ട് ലഭിച്ചത്, തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്, ഈ വിവരമാണ് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് വെള്ളാറിലേക്കാണ്. സത്യവതി V 2062 വോട്ട്, 1203 വോട്ടാണ് തൊട്ടടുത്തുള്ള GS ബിന്ദുവിന് ലഭിച്ചത്. അതും വലിയ ഭൂരിപക്ഷം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അവിടെ നിന്ന് നമ്മൾ തിരുവല്ലത്തേക്ക് വരുന്ന സമയത്ത് അവിടെ തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ ഗോപകുമാർ എന്നറിയപ്പെടുന്ന BJPയുടെ കാൻഡിഡേറ്റ് 1751 വോട്ട് നേടിയിരിക്കുന്നു. 1705 വോട്ടാണ്, അതായത് ഏകദേശം 46 വോട്ടിന്റെ ഒരു വ്യത്യാസമാണ് അവിടെ ലീഡായിട്ട് ഉള്ളത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് രണ്ടാമതായി വന്നിട്ടുള്ളത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കോൺഗ്രസ് ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും പല വാർഡുകളും പരിശോധിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് അവിടെ രണ്ടാമതായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ അവിടെ നിന്ന് തിരുവല്ലത്തിൽ നിന്ന് നേരെ അമ്പലത്തറയിലേക്ക് പോകുന്ന സമയത്ത് സിമി ജ്യോതിഷ് BJPയുടെ അവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു മുഖമാണ്. സിമി ജ്യോതിഷ്
നിന്ന മത്സരങ്ങളിലെല്ലാം തന്നെ വിജയിച്ച പാരമ്പര്യമുള്ള BJP-യുടെ മഹിളാ മോർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്, പ്രധാനപ്പെട്ട ലീഡർ തന്നെയാണ് സിമി ജ്യോതിഷ്. 1685 വോട്ട്, 1579 വോട്ടാണ് ഗീതാകുമാരിക്ക് അമ്പലത്തറ വാർഡിൽ നിന്ന് ലഭിച്ചതും എന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ്. സിമി ജ്യോതിഷിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഒരു പ്രഭാഷക കൂടിയാണ് അവർ എന്ന കാര്യവും എടുത്തു പറയാതിരിക്കാൻ വേണ്ടി വയ്യ. നമ്മൾ അടുത്തത് ആറ്റുകാലിലേക്കാണ് പോകുന്നത്. ആറ്റുകാലിൽ ശ്രുതി SS 2489 വോട്ട് നേടി. 2478 വോട്ടാണ് അശ്വതി V തൊട്ടടുത്ത് നിന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത്. ആറ്റുകാൽ വാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആറ്റുകാൽ അമ്പലം ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ വിഭജിച്ച് പുതിയ പുനർനിർണയം ഭാഗമായി വന്നപ്പോൾ ആറ്റുകാൽ അമ്പലം ഈ ആറ്റുകാൽ വാർഡിലില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് നേരെ നമ്മൾ പരിശോധിക്കുന്നത് അടുത്തത് കമലേശ്വരമാണ്. അവിടെ ഗിരി വി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഗിരി വി 2448 വോട്ടാണ് നേടിയത്. വി ഷാജി CPIM-ന്റെ 1941 വോട്ട് നേടി. തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഗിരിവിയുടെ വിജയവും വളരെ പ്രധാനപ്പെട്ട തന്നെയായിരുന്നു BJP-യെ ഈ ഘട്ടത്തിൽ എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇനി കുറച്ച് മണ്ഡലങ്ങൾ മാത്രമാണ് ബാക്കി വരുന്നത്. ശ്രീവരാഹത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മിനി ആർ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് 3239 വോട്ട് അവിടെ നേടി. 2121 വോട്ടാണ് തൊട്ടടുത്തുള്ള CPI-യുടെ പ്രിയ സി നായർ അവിടെ നേടിയത്. അതായത് വലിയ ഭൂരിപക്ഷം തന്നെ നേടിയിരിക്കുന്നു. 1500 വോട്ടിന്റെ മുകളിലുള്ള അല്ലെങ്കിൽ 2000-ഓളം വോട്ടിന്റെ അടുത്തുള്ള ഒരു ഭൂരിപക്ഷം തന്നെ അവിടെ നേടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു കാര്യമാണ്. അടുത്തത് നമ്മൾ മണകാടാണ് പരിശോധിക്കുന്നത്. അവിടെ സരിത P 3016 വോട്ട് അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. അതായത് 1123 വോട്ടാണ് അവിടുത്തെ തൊട്ടടുത്തുള്ള അഡ്വക്കേറ്റ് രേഖ US നേടിയിരിക്കുന്നത്. അതായത് 2000 വോട്ടിന്റെ അടുത്തെത്തുന്ന ഭൂരിപക്ഷം, 1900 വോട്ടിന്റെ അടുത്തെത്തുന്ന ഭൂരിപക്ഷം അവിടെ നേടാൻ വേണ്ടി ഈ പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചാല മാർക്കറ്റ് തിരുവനന്തപുരം നഗരത്തിന്റെ നഗരഹൃദയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ചാല മാർക്കറ്റിനെ സംബന്ധിച്ച് അവിടെ വളരെയധികം CPM-ന് വളക്കൂറുള്ള മണ്ണായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അവിടെ SKP രമേശ് അവിടെ 3094 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുള്ള 3082 വോട്ടാണ് അവിടെ അഡ്വക്കേറ്റ് SA സുന്ദർ നേടിയിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 8 വോട്ടിന്റെ ഒരു ഡിഫറൻസ് മാത്രമാണ് അവിടെ നമുക്ക് ഈ ചാല വാർഡ് പരിശോധിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇനി ഫോർട്ട് വാർഡിൽ നോക്കുകയാണെങ്കിൽ ഹരികുമാർ S 3126 വോട്ടാണ് അവിടെ നേടിയിട്ടുള്ളത്. തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി VR നാരായണൻ 1023 വോട്ട്. അതും ഏകദേശം 2000 അല്ലെങ്കിൽ 1900 അടുത്തെത്തുന്ന ഒരു ഡിഫറൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു മാർജിൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്ന ഒരു വാർഡാണ് പെരുന്താനി എന്ന് പറയുന്ന വാർഡ്. അവിടെ ദീപ എസ് നായർ 2949 വോട്ട് അവിടെ ലഭിച്ചിരിക്കുന്നു. 1858 വോട്ടാണ് തൊട്ടടുത്തുള്ള CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അനു ജയന് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യവും നമ്മൾ വളരെ പ്രശസ്തമായുള്ള കാര്യമാണ് തന്നെയാണ്, ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ അടുത്തത് നോക്കുന്നത് ശ്രീകണ്ഠേശ്വരം വാർഡിൽ നോക്കുകയാണെങ്കിൽ സുകന്യ 2262 വോട്ടാണ് അവിടെ നേടിയിരിക്കുന്നത്. തൊട്ടടുത്തുള്ളത് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഖ R 805 വോട്ട് മാത്രമാണ് അവിടെ നേടിയിരിക്കുന്നത്. അതായത് ഏകദേശം 1100 വോട്ടിന് മുകളിലുള്ള ലീഡ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇനി കടകംപള്ളി ജയരാജീവ് 1936 വോട്ടാണ് നേടിയത്. തൊട്ടടുത്തുള്ള CPM-ന്റെ സ്ഥാനാർത്ഥി ജിഷ ചന്ദ്രൻ S 1536 വോട്ടാണ് നേടിയത്. ഏകദേശം 400 വോട്ട് 300 സംതിങ് വോട്ടിന്റെ ഡിഫറൻസ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ജയരാജീവിന് കടകംപള്ളി വാർഡിൽ കഴിഞ്ഞു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഇനി കുറച്ച് വാർഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആക്കുളത്ത് അഡ്വക്കേറ്റ് മിനി പി എസ് 1334 വോട്ടാണ് അവിടെ നേടിയത്. 1189 വോട്ടാണ് കോൺഗ്രസിന്റെ സുധാ സുരേഷ് അവിടെ നേടിയതും എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷൻ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ചെറുവൈക്കൽ വിനോദ് R കിരൺ അവിടെ നേടിയിരിക്കുന്നത് 1356 വോട്ടാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുൺ A 1107 വോട്ടാണ് അവിടെ നേടിയിരിക്കുന്നത്. അവിടെയും ഏകദേശം ഒരു 200 സംതിങ് വോട്ടിന്റെ ഒരു മുൻപന്തിയിൽ എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആൽത്തറവാട് KP ബിന്ദു 1709 വോട്ടാണ് നേടിയത്. 1446 വോട്ടാണ്
മഗ്ന ബി CPM-ന്റെ സ്ഥാനാർത്ഥി അവിടെ നേടിയതും എന്ന കാര്യവും നമ്മൾ പരിഗണിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇനി നമ്മൾ നോക്കുന്നത് കൊഴുവിളയാണ്. കൊഴുവിളയിൽ ബി രാജേന്ദ്രൻ BJP സ്ഥാനാർത്ഥി 1138 വോട്ട് നേടി. തൊട്ടടുത്ത് നിൽക്കുന്ന ബിജു KV CPM-ന്റെ സ്ഥാനാർത്ഥി 1083 വോട്ടാണ് അവിടെ നേടിയിരിക്കുന്നത്. ഏകദേശം ഒരു 100 വോട്ടിന് താഴെയുള്ള ഒരു ഡിഫറൻസ് മാർജിൻ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പുറകോട്ട് പോകുന്ന ഘട്ടത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആറ്റിപ്രയിൽ സുനിൽ SS ചോട്ടു എന്ന് വിളിക്കപ്പെടുന്ന സുനിൽ 1736 വോട്ട് നേടിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി ശിവദത്ത് CPM-ന്റെ സ്ഥാനാർത്ഥി 1409 വോട്ട് നേടിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ലൈവായിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ 50 ഡിവിഷനുകളിൽ 50 വാർഡുകളിൽ BJPക്ക് ശക്തമായ മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കരമന അജിത്ത് തന്നെയായിരിക്കണം 2088 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മിന്നും ജയം, ഏറ്റവും ബിഗ് മാർജിൻ എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഗ്ധാരണി, അദ്ദേഹത്തിന്റെ പ്രാസംഗിക ഒരു കഴിവ്, അതെല്ലാം തന്നെ നമ്മൾ നിരവധിയായിട്ടുള്ള കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രന്റെ അഴിമതി കഥകൾ കൃത്യമായി പുറത്തുവിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ കരമന അജിത്ത് തന്നെയായിരുന്നു ഏറ്റവും മികച്ചതായി നിന്നത് കാര്യവും നമ്മൾ ശ്രദ്ധേയമായി തന്നെ എടുത്തു പറയുകയാണ്. ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന്റെ ആ വിജയത്തിന്റെ മിന്നും വിജയത്തിന്റെ ഒരു കാരണഭൂതൻ അല്ലെങ്കിൽ കാരണക്കാരൻ എന്ന രീതിയിൽ നമുക്ക് ആരെ വിശേഷിപ്പിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമുള്ളൂ. ആ തെരഞ്ഞെടുപ്പിന്റെ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര്യ രാജേന്ദ്രൻ ആണ് എന്ന് തന്നെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഏതൊരു ട്രോളിൽ അല്പസമയം മുമ്പ് വായിച്ചതുപോലെ അവിടെ BJP കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ശ്രമിച്ചിട്ടും BJPക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആര്യ രാജേന്ദ്രൻ 5 വർഷം കൊണ്ട് BJPയുടെ കയ്യിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് വെച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ BJP അവിടെ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ അഴിമതി കൊണ്ട് മാറ്റിയെടുത്തു എന്ന് പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട പല മുഖങ്ങളുണ്ട്. ആ പല മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം തിരുവനന്തപുരത്തെ രാപ്പകൽ സമയവും ഉറക്കമില്ലാതെ പ്രവർത്തിച്ച ഒരു വലിയ സംഘടനാ സംവിധാനമുണ്ട് BJPക്ക്. ആ സംഘടനാ സംവിധാനത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, BJPയുടെ ജനറൽ സെക്രട്ടറിമാരുണ്ട്, വൈസ് പ്രസിഡന്റുമാരുണ്ട്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, സെക്രട്ടറിമാരുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ തനി പ്രൊഫഷണലായി പ്രവർത്തിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ മിന്നും ജയത്തിന് പിന്നിൽ കാണുന്നത്.